ഇന്ന് നമ്മൾ പാനിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. നല്ല സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കുഴച്ച മാവ് പാനിലേക്ക് ഇട്ട് ഉടനെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട്. സാധാരണ നമ്മൾ ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങി കഴിക്കുന്ന ബ്രെഡിൻ്റെ അത്രയ്ക്ക് സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്, അതേ ഒരു ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്കിതിലേക്ക് വേണ്ട ഡോ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ 3 കപ്പ് അളവിൽ മൈദാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ചേർക്കാം. ഇനി 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ ആദ്യം ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തു. വെള്ളം നമ്മൾ ചെറിയ ചൂടിലുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും ചെറിയ ചൂടിലുള്ള വെള്ളം തന്നെ എടുക്കുക. എന്നിട്ടിത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഇതിലേക്ക് ടോട്ടൽ 1 കപ്പും 2 ടേബിൾ സ്പൂണും കൂടെയാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഏകദേശം നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റോളം മാവ് കുഴച്ചെടുത്തപ്പോഴേക്കും മാവെല്ലാം നന്നായിട്ട് സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ടും ഒരല്പം സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 1/2 മണിക്കൂർ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 1/4 മണിക്കൂർ ആയപ്പോഴേക്കും മാവെല്ലാം നന്നായിട്ട് പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൽ എയറൊക്കെ ഒന്ന് കളയുക. എന്നിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ശേഷം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇതുപോലെ ഒരു പാനിൽ നമ്മൾ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മുടെ ഡോ നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇതിന് മുകളിലായിട്ട് ഒരല്പം സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പതിയെ കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക. പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും അടപ്പ് വെച്ച് കൊടുക്കുക. ഇനി ഒരു 15 മിനിറ്റും കൂടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത്രയും പൊങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പഴയ പാൻ വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ടാണ് നമ്മുടെ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുള്ള പാൻ വെച്ച് കൊടുക്കുന്നത്. ഈ പാൻ വെച്ച ഉടനെ തന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വയ്ക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒരു 40-45 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടപ്പ് തുറന്ന് മറ്റൊരു പാനിലേക്ക് നമ്മൾ ഇതുപോലെ പതിയെ ഒന്ന് കമഴ്ത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് ഏകദേശം 2-3 മിനിറ്റ് ഇതുപോലെ വെച്ചാൽ മതിയാവും. അപ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായി റെഡിയായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ അടിവശവും അതുപോലെ തന്നെ മുകൾ വശവും നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡിൻ്റെ സൈഡ് ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിലാണ് കിട്ടിയിട്ടുണ്ടാവുക. ഉൾവശം നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.